ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. കയ്യിൽ കണ്ട ഗിഫ്റ്റ് ഉണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് മാത്രമേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ, അതുപോലെ തന്നെ ഞാൻ ആ ഗിഫ്റ്റ് മാത്രമായിട്ട് പോവാണ്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് ഭയങ്കര മെയിനാണ്. ഇതെന്നല്ല, എന്തെങ്കിലും ഒരു മുട്ടായി അത് നിർബന്ധമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ അങ്ങോട്ട് ആ ഗിഫ്റ്റ് വാങ്ങി വന്നേന്ന്. ഞാളവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ബലൂണെല്ലാം തൂക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവിടെ അച്ഛനമ്മേലെ ഇരിക്കുന്നുണ്ട്, ഉണ്ണാടനെ ഇരിക്കുന്നുണ്ട്, ദച്ചുമിക്കുണ്ട്. അങ്ങനെ ഏച്ചി ഇതാ കേക്കെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. ഇവർക്ക് എപ്പോഴും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റില്ല, കാരണം ഏട്ടൻ പുറത്താണ്. ഇതാ ഇവിടെ കണ്ടോ, ഇവർക്കാണെങ്കിൽ കേക്ക് കണ്ടിട്ട് ഡെങ്ങാറ് പോലെ അപ്പാണ് കയറ്റ് വരാനെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സമ്മതിച്ചില്ല, അതെല്ലാം കട്ട് ചെയ്യേണ്ട സാധനങ്ങളല്ലേ. അങ്ങനെ ആദ്യം ഇവരെന്താക്കി, ഇവരെ ഫോട്ടോഷൂട്ട് കുറെ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഒരു കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പിന്നെ എന്താണ് അടുത്തത്, ഒരു സ്നേഹപ്രകടനല്ലേ. അങ്ങനെ ഇവരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കെല്ലാം വായിൽ വെച്ചെടുത്ത് ഒരു കഷ്ണം കേക്ക് എനിക്കും കിട്ടി. വേറൊരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഒരു മെയിൻ സ്കിപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒരു കഷ്ണം കേക്ക് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. വീട്ടിലാണെങ്കിൽ നോക്കണ്ട, ഇത് കണ്ടോ, എന്ത് പറയാണ്, എവിടുന്ന് നടക്കുന്നേ. ഞങ്ങളെ കേക്ക് ഞങ്ങളാർക്കും വിട്ടിട്ടില്ല പറഞ്ഞ് ഇവരിതാ ഒരു കളിയാണ്. ഞാനും അച്ചൂടിയും കൂടി ഇതാ ഇങ്ങനത്തെ കുറച്ച് കൊപ്ര കളിയെല്ലാം കളിച്ച് കൂട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് മന്തി ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളെന്താക്കി, ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ബൈ, സീ യു.